എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ശബരിയ പട്ടാമ്പി ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമദ് നാരായണീയ മഹോത്സവം വിശ്വപീഡാപഹത്യൈ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടക്കുന്ന കൊല്ലങ്കോട് വെച്ച് നടക്കുന്ന ഗായത്രി മണ്ഡപത്തിലാണ് ശബരിയ പട്ടാമ്പി ഉള്ളത്. 3-4 ദിവസങ്ങളായി ചില വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ട എല്ലാവർക്കും പിന്തുണച്ച എല്ലാവർക്കും 1000 നന്ദി. ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത്, എല്ലാ ദിവസവും ഉണ്ണിക്കണ്ണനെ ഒരുക്കുന്ന അമ്മമാർ നാരായണീയ പാരായണത്തിൻ്റെ ആ മന്ത്രധ്വനികൾ ഇങ്ങനെ അലയടിച്ച് നിൽക്കുന്ന 6 മണിക്ക് ശേഷം 7 മണിക്ക് ശേഷം നാരായണീയരെ എല്ലാവരും വീട്ടിൽ പോയിട്ടും കണ്ണൻ്റെ മുന്നിലിരുന്നു ഗീതം പാടുന്ന കുറേ അമ്മമാർ, കണ്ണനെ ഒരുക്കുന്ന അമ്മമാർ, അതാണ് മനസ്സലിയിപ്പിക്കുന്നത്. നാളേക്ക് കണ്ണനെ ഒരുക്കി വെച്ച് പോവുകയാണ്. നാളെ കണ്ണൻ ഏത് വേഷമാകണം, എങ്ങനെ ആയിരിക്കണം കണ്ണൻ ഭക്തജനങ്ങളെ സ്വീകരിക്കേണ്ടത് എന്ന് അമ്മമാർ ഒരുക്കി അവനവൻ്റെ കുട്ടിയെ ഒരുക്കുന്ന പോലെ നല്ല മുണ്ടെടുത്ത്, നാളേക്ക് നല്ല മുണ്ടെടുത്ത് ഷാളിട്ട് കുറിതൊട്ട് അങ്ങനെ ആഭരണങ്ങളണിഞ്ഞ് അങ്ങനെ കൃഷ്ണനെയും രാധയെയും ഒരുക്കുന്ന കുറേ അമ്മമാർ. ആ അമ്മമാരുടെ ആത്മാർത്ഥത നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കണ്ണനെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മുൻജന്മ സുഹൃതം മാതിരിയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ഈ അമ്മമാർ കണ്ണനെ ഒരുക്കാനും അത് കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് മുന്നെയായി ഈ അമ്മമാർ ഇവിടെ എത്തുകയും ചെയ്യുന്നു. കാരണം രാവിലെ 6 മണി മുതൽ ഹോമങ്ങൾ ആരംഭിക്കും. ആ ഹോമത്തിന് ശേഷം നാരായണീയ പാരായണം ആരംഭിക്കും. അതിനുശേഷം പിന്നെ പ്രഭാഷണങ്ങളുണ്ട്. അതിനുശേഷം ചില സഭകളുണ്ട്. അങ്ങനെ എല്ലാറ്റിനും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന കുറേ അമ്മമാരെ നമുക്ക് ഈ ഗായത്രി മണ്ഡപത്തിൽ കൊല്ലങ്കോട് കാണാൻ സാധിക്കുന്നു. അതുതന്നെ മനസ്സിൻ്റെ കുളിർമയേകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തികച്ചും ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. ഈ എല്ലാ നാരായണീയരും പോയപ്പോൾ രാവിലെ എല്ലാവരും എത്തുന്നതിന് മുന്നേ ഇവരെത്തുകയും എല്ലാവരും പോയതിന് ശേഷം ഇവർ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ കുറേ അമ്മമാരുണ്ട്. കണ്ണനെ വേഷം പിടിപ്പിക്കുന്നതും കണ്ണനെ അണിയിച്ചൊരുക്കുന്നതും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ചെയ്ത ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നാരായണീയ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ ഈ സംഘാടകർ ഈ കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിലേക്ക് സ്വാഗതം അരുളുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. നാരായണീയ പാരായണം നടത്താം. നാരായണീയ പാരായണത്തിന് തുടക്കം കുറിക്കാം നമ്മൾക്ക്. കണ്ടോ, അങ്ങനെ ഉണ്ണിക്കണ്ണനെ മുണ്ടുടുപ്പിച്ചു, ഷാളണിയിച്ചു, ഓടക്കുഴൽ വെച്ച് കൊടുത്തു. അങ്ങനെ എത്ര ഒരുക്കിയാലും അവർക്ക് മതി വരുന്നില്ല. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മമാർ. അപ്പോൾ ആ അമ്മമാരെ കൂടാതെ ഇവിടെ ഒരു താത്കാലിക പ്രതിഷ്ഠ നടത്തി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അമ്മമാരിരുന്ന് എല്ലാവരും പോയിട്ടും ആ അമ്മമാരുടെ മുന്നിൽ ആ അമ്മമാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിലിരുന്ന് കീർത്തനങ്ങൾ ആലപിക്കുന്നു, ഭജനകൾ ആരംഭിക്കുന്നു. പാലാഴി
മുന്നിൽ ഞാൻ ഒഴുകുന്നു കർപ്പൂരമായി. മഴമേഘകാരുണ്യം പ്രിയ മൗനത്തിലോങ്കാരം പൂക്കാം. മഴമേഘകാരുണ്യം പ്രിയ മൗനത്തിലോങ്കാരം പൂക്കാം. കളകളിൽ വേദം കിലുക്കാം. നിന്റെ തപസ്സു നിനക്കു ഞാൻ തന്നു. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഒഴുകുന്നു കർപ്പൂരമായി.